അവസാനത്തെ 3 ഓവർ 18 ബോളുകൾ മാത്രം ആരെ കൊണ്ട് എറിയിക്കണം എന്ന ചോദ്യത്തിന് ധോണി ചൂസ് ചെയ്തത് ഇഷാന്ത് ശർമ്മയായിരുന്നു. ഇതിനു മുന്നേ ഇഷാന്ത് ശർമ്മ എറിഞ്ഞിരുന്ന എല്ലാ ഓവറുകളിലും ഇംഗ്ലണ്ട് കൃത്യമായി റൺസ് കണ്ടെത്തിയിരുന്നു. ഇഷാന്ത് ശർമ്മ ആ സാഹചര്യത്തിൽ ഏതൊരാൾക്കും ഒരു ബാഡ് ഓപ്ഷനായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ. അവിടെയാണ് ധോണി തൻ്റെ ടീം പ്ലേയേഴ്സിൽ അർപ്പിക്കുന്ന വിശ്വാസവും അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ മൈൻഡിൽ ആരെവിടെ പ്ലേസ് ആയാൽ കറക്റ്റ് ആയിരിക്കും എന്ന ആ മാജിക് നമ്മൾ ഒരു വട്ടം കൂടെ കണ്ടത്. ഇഷാന്ത് ശർമ്മയുടെ ആ ഓവറിൽ തുടരെ ഇയാൻ മോർഗനും രവി ബൊബ്ബാരയും ഔട്ടാവുന്നത് നമ്മൾ കണ്ടു. അവസാനം ഒരു ഓവർ ജയിക്കാൻ 15 റൺസ് എന്ന നിലയിലായി. അവസാന ഓവർ ആരെറിയും? അവിടെയും ധോണി നമ്മളെ ഞെട്ടിച്ചു. ഇത്തവണ ആ അവസാന ഓവർ എറിയാൻ ധോണി കൊണ്ടുവന്നത് രവിചന്ദ്ര അശ്വിനെയായിരുന്നു. അശ്വിന്റെ ഓരോ പന്തുകളെയും സ്റ്റെമ്പിന് പുറകിൽ നിന്ന് ധോണി കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അവസാനം ഒരു ബോൾ ജയിക്കാൻ 6 റൺസ് എന്ന നിലയിലായി അശ്വിൻ തൻ്റെ അവസാന ബോൾ എറിഞ്ഞു.